സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മത്തായി സുവിശേഷം 9-ാം അധ്യായം നിങ്ങൾ വായിച്ച് ഒന്ന് താഴോട്ട് വരുമ്പോൾ അതിനകത്ത് സ്തോത്രം കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ നിരൂപണങ്ങൾ, യേശുവിൻ്റെ കൂടെ നിന്ന് വചനം കേൾക്കുകയും ചെയ്യുന്ന ശാസ്ത്രിമാരും ന്യായശാസ്ത്രിമാരും, അതായത് കർത്താവിൻ്റെ മുമ്പിൽ ഒരു പക്ഷപാതക്കാരനെ 4 പേരും കൂടി ചേർന്ന് കൊണ്ടുവരുമ്പോൾ അവൻ്റെ പാവങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർ ചിരിക്കുന്നുണ്ട്, കേട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരെ ഉള്ളത്തിനകത്ത് അവർ പറഞ്ഞത് യേശു കേട്ടു. ഇതുപോലെയാണ് നമ്മുടെ സഭകളിൽ നമ്മൾ വചനം കേൾക്കുന്നു, സ്തോത്രം പറയുന്നു, ഹല്ലേലൂയ പറയുന്നുവെങ്കിലും ഈ വചനത്തിൻ്റെ യഥാർത്ഥമായുള്ള കാര്യങ്ങളെ നിൻ്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പറ്റുന്ന കുഴപ്പം എന്തുവാ? നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല. ഇപ്പോൾ ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് കർത്താവിൻ്റെ വചനം തന്നെയാണ്. പക്ഷെ ആ വ്യക്തി ഒത്തിരി കുരുക്കുകളിലും ഒത്തിരി പ്രശ്നങ്ങളിലും കൂടി കടന്നു ഇരിക്കുമ്പോൾ അത് തെറ്റാണെന്ന് സംസാരിക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല. കാരണം അവരതിനെ ചുറ്റി മൂടി വളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ യേശു ആ വചനം തന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് ഒഴിക്കാറില്ല. അതായത് നമ്മളെ പഴയ ചിന്ത, പഴയ പ്രാർത്ഥന, പഴയ ദൈവവചന ധ്യാനത്തിനകത്ത് പുതിയ കാഴ്ചപ്പാടിലുള്ള പ്രസംഗങ്ങൾ, പുതിയ ആശയങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്തോത്രം. ഇന്ന് തന്നെ നമ്മുടെ സഭകളിലെ ബാക്ക്ഗ്രൗണ്ട്, ചർച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലിട്ടിരിക്കുന്ന ഒത്തിരി ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, ഒത്തിരി കാര്യങ്ങൾ പഴയ പ്രാർത്ഥനക്കാർ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഈ പറയണം നമുക്കും അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സില്ല. നമ്മൾ പറയുന്നത് ലോകമോഹങ്ങളും കാര്യങ്ങളും എന്ത് തന്നെയായിരുന്നാലും സ്തോത്രം, നീ നോക്കേണ്ടത് നിരൂപണത്തോടു കൂടിയുള്ള നോട്ടമല്ല നീ നോക്കേണ്ടത്. കർത്താവെ, ആ പ്രിയ ദൈവദാസൻ പ്രസംഗിക്കുന്ന ദൈവവചനം അത് എനിക്ക് പ്രയോജനമായി മാറ്റണമേ. എൻ്റെ അകത്തളത്തിൽ കിടക്കുന്ന നിരൂപണത്തെ മാറ്റണമേ. എനിക്ക് ഒരു പുതിയ തുരുത്തി തരണമേ. സ്തോത്രം. പുതിയ തുരുത്തിയിൽ നിന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം വളരെ ഷാർപ്പായിട്ട് കേൾക്കാനും ശ്രദ്ധിക്കാനും പറ്റുന്നത്. പഴയത് എന്ന് പറയുന്നത് പഴയത് തന്നെയാണ്. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. അവിടെ സ്തോത്രം ശാസ്ത്രിമാരോടും കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പോയി വായിപ്പിൻ, നിങ്ങൾ ചെന്ന് വായിക്കേ. കാരണം അവരാ നിരൂപണത്തിനകത്തിരിക്കുകയാണ്. അവർ വചനം വായിക്കുന്നവരാണ്. സ്തോത്രം. മത്തായി സുവിശേഷം 9-ാം അധ്യായം നിങ്ങൾ മനസ്സ് കൊടുത്ത് വായിക്കണം. ഇന്ന് നമ്മളിൽ അനേക പേരും ഒരുമനപ്പെട്ട് പ്രാർത്ഥനയിലാകട്ടെ, സ്തോത്രം, ഇതുപോലുള്ള പ്രസംഗങ്ങളിലാകട്ടെ മനസ്സ് കൊടുത്ത് അതൊരു നല്ല പ്രസംഗമാണെന്ന് പറയാനോ അല്ലെങ്കിൽ എനിക്കത് വലിയ ഒരു 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 രക്ഷയുടെ ഭാഗത്തിലേക്ക് വന്നെന്ന് പറയാൻ മടിയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്താനുള്ളൊരു കയ്പ്. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നു, അവർ പ്രസംഗിക്കുന്നു, മറ്റേ ആൾ പ്രസംഗിച്ച കൊള്ളാൻ കേട്ടോ, അയ്യോ മറ്റത് കൊള്ളൂല. നമ്മളത് വിലയിരുത്തുകയാണ് നമ്മുടെ നിരൂപണങ്ങൾ കൊണ്ട്. കേട്ടാ, യഥാർത്ഥത്തിൽ ദൈവവചനം സംസാരിക്കുമ്പോൾ നിൻ്റെ അകത്തിൽ ആമേൻ പറഞ്ഞ്, അകത്തളങ്ങളിൽ ആമേൻ പറഞ്ഞ് എടുക്കുമ്പോഴാണ് നിനക്ക് മാനസാന്തരത്തിൻ്റെ വലിയ വാതിൽ തുറന്നു പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, സാത്താൻ അകത്ത് കയറുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവ് ഇരിക്കവേ ഈ സാത്താൻ എങ്ങനെയാണ് നുഴഞ്ഞ് കയറുന്നേ? നിങ്ങൾ ചിന്തിക്കപ്പാ, പറ. സ്നാനപ്പെട്ടു ഡെയിലി ദൈവവചനം കേൾക്കുന്ന വ്യക്തികളോടായി ചോദിക്കുന്നത്, ഇതെങ്ങനെ ഈ സംഭവം കയറി വരുന്നേ? കണ്ടുപിടിക്കാറുണ്ടോ? ഇല്ല. എന്നാ കേട്ടോ, മറ്റുള്ളവരെക്കുറിച്ചുള്ള പഴിപറച്ചിലും മറ്റുള്ളവരെക്കുറിച്ചുള്ള കാര്യങ്ങളെയും നിൻ്റെ ചെവി കൊണ്ട് നീ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് സാത്താൻ കയറി വരുന്നത്. ഏത് പാസ്റ്റർ? അന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് ഒരു പാസ്റ്റർ അങ്ങേര് പറഞ്ഞൊരു വാക്ക് കണ്ട ശരിയാവുന്നില്ല. നമ്മളെ പാസ്റ്റർ അങ്ങനെയൊന്നും പ്രസംഗിക്കില്ല. നമ്മളെ പാസ്റ്റർ എന്ന് പറയുമ്പോൾ അത് കണ്ടും തഞ്ചത്തിലും മയത്തിലും. നിങ്ങളൊരു കാര്യം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ, പ്രസംഗങ്ങൾ കേട്ടു നോക്കുക. യഹൂദന്മാർക്ക് ഇഷ്ടമേ അല്ല. 2, ശാസ്ത്രിമാർക്ക് ഇഷ്ടമേ അല്ല. പരീശന്മാർക്ക് നോക്കേ വേണ്ട. സ്തോത്രം. ഇവരൊക്കെ ഇങ്ങനെ യേശുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും ഒരു കുടുക്കിൽ പെടുത്താൻ. സ്തോത്രം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വചനത്തോടു കൂടി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രസംഗത്തിലോടുകൂടി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാസ്റ്റർമാരോടുകൂടി നമുക്ക് സഹകരിക്കാനാണ് ഇഷ്ടം. പരിശുദ്ധാത്മാവിൽ നീ നടക്കണോ അതാ നിരൂപണത്തിൽ നടക്കണോ എന്ന് നീ സ്വയം ഇരുന്ന് ആലോചിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ സബ്സ്ക്രൈബർ വന്നിട്ട് 129 പേര്. ഈ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ തന്നെ അതിൽ 1000, 1500 പേരൊക്കെ 2000 അടുപ്പിച്ച് കാണുന്നുമുണ്ട്. പക്ഷെ ഞാൻ സ്വയം ഇരുന്നിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇവരാരാണെന്ന് പോലും എനിക്കറിഞ്ഞൂടാ.
പക്ഷേ ഇവർ കറക്റ്റ് അത് കാണുന്നുണ്ട്. സ്തോത്രം. വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും. നിങ്ങളത് ഏറ്റെടുത്ത് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ആ വചനത്തിൻ്റെ അകത്ത് നിങ്ങൾ ഇരുന്നോ. ആ വചനം ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ച് നോക്ക്, സ്വയം എടുത്തു നോക്ക്. എങ്ങനെ ദൈവവചന പ്രസംഗം എൻ്റെ ജീവിതത്തിലൊരു മാറ്റം. ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക. മറ്റൊരു വ്യക്തിക്ക് ഒരു കൈത്താങ്ങലായി മാറാൻ എനിക്കൊരു കൃപ തരണമേ അപ്പച്ച. മറ്റൊരു വ്യക്തിയുടെ പ്രസംഗത്തെ അളന്ന് തിന്ന് കുടിച്ചു മാർക്കിടാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, എന്നെയും നിങ്ങളെയും. ഇപ്പം തന്നെ അപ്പോസ്തലനായ പത്രോസ് കാരാഗൃഹത്തിനകത്ത് കിടക്കുമ്പോൾ സഭ ശ്രദ്ധ വെച്ചു പ്രാർത്ഥിച്ചു എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 12 അല്ലേ? എടുത്ത് വായിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 12 ഒരാളെടുത്ത് വായിച്ചു നോക്കിയേ. അതിനകത്ത് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പത്രോസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വായിച്ചേ. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 12 അല്ലേ? 12:11 അല്ലേ? നമ്മളിപ്പോൾ വായിച്ച് കേട്ടതാണ്. പക്ഷേ അവിടെ നിങ്ങൾ ഒന്നുകൂടി ആ 12 മുതൽ 1-ാം അധ്യായം മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ 12:1 മുതൽ വായിക്കുമ്പോൾ 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് അവർ ഒരുമനപ്പെട്ടു, ഒരുമിച്ച് നിന്നു എന്നൊക്കെ ഉണ്ട്, സഭ ശ്രദ്ധ വെച്ചെന്നൊക്കെ ഉണ്ട്. പക്ഷേ പത്രോസ് ചെന്ന് വാതിൽ തട്ടുമ്പോൾ അതിനകത്തൊരു പെൺകുട്ടി, ആ കൊച്ചു പറയുന്നത് പത്രോസിൻ്റെ ശബ്ദമാണല്ലോ ഇത് കേൾക്കുന്നത്. അന്നേരം ഈ പ്രാർത്ഥിച്ച് നിൽക്കുന്ന കൂട്ടത്തുള്ള ഒരു വ്യക്തി പറഞ്ഞു, ഭ്രാന്ത് സംസാരിക്കല്ലേ. ഹലോ, സ്തോത്രം. ഇന്നിപ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ 2-3 വാക്കുകൾ സ്ക്രാച്ചായി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പരിഹാസം തോന്നാം, ചിരിക്കാം, ഒക്കെ ചെയ്യാം. ഞാനിതിൽ നിന്ന് അതിനെ അയ്യോ എഡിറ്റ് ചെയ്ത് മാറ്റ് എന്നൊന്നും പറയില്ല. കാരണം എന്ന് പറയുമോ, നമ്മൾ പച്ച മനുഷ്യരാണ്. 40 വട്ടം പ്രസംഗിച്ചിട്ട് അതിൽ ഒരു പ്രാവശ്യം ഒരിക്കും നിങ്ങളുടെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. ഞാൻ 40 വട്ടം ഒന്നും പ്രസംഗിച്ചിട്ടൊന്നുമില്ല. ഒറ്റ പ്രാവശ്യം പറയും, ഒറ്റ പ്രാവശ്യം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നിരൂപണ മൈൻഡോട് കൂടി പ്രസംഗം വീക്ഷിക്കരുത്. സ്തോത്രം. നിരൂപിക്കുക, പുതിയതായി മാറ്റുക. പുതിയതായി മാറണം. പുതിയ തുരുത്തിയിൽ തന്നെ പുതിയത് കിട്ടുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നിങ്ങളും ഞാനും സ്വർഗത്തിൽ പോകുന്നുള്ള താല്പര്യത്തോടെയല്ലേ ഇരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതാ മനസാക്ഷിയിൽ കൈവച്ച് പറ, സ്വർഗത്തിൽ പോകൂ. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. ഇത് നിങ്ങൾ ചിന്തിക്കണം. സ്വർഗത്തിൽ പോകുമോ? ഇന്ന് എത്ര പാസ്റ്റർമാരെന്നറിയുമ്പോൾ ഈങ്കുലാവ് സിന്താവെന്ന് വിളിക്കും പോലെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. പത്രോസിനൊരു ആപത്ത് വന്നപ്പോൾ പത്രോസ് യേശുവിന് വേണ്ടി നിന്നതുകൊണ്ട് സഭ ശ്രദ്ധ വെച്ച് പ്രാർത്ഥിച്ചു, പത്രോസിനെ വിടുവിച്ചില്ലേ? വിടുവിച്ച്. ഞാനും ഒരു പാർട്ടിക്കാരനായിരുന്നു, ഇപ്പം ഇല്ല. എങ്കിലും ആ രാഷ്ട്രീയത്തിൻ്റെ ചെവിയും രാഷ്ട്രീയത്തിൻ്റെ ഈങ്കുലാവും 10-14 കേസിലെ പ്രതിയുമാണ്. ഇപ്പം ആ കേസിൽ ഇതൊക്കെ ഒന്ന് മാറി. ഇനി ഒരു കേസ് മാത്രമേ ഉള്ളൂ. ഇതെന്തുകൊണ്ട് നിങ്ങളത് ഞാൻ തുറന്നു പറയുന്നത്? ഈങ്കിലാവ് ചിന്താവ വിളിക്കാനല്ല യേശു വിളിച്ചത് എന്നെയും നിന്നെയും. പ്രശ്നത്തിൻ്റെ മധ്യയെ മനോഭാവങ്ങളെ മാറ്റി പ്രാർത്ഥിക്കുന്ന നിന്നോട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നേ. ഏലിയാവ് ഒറ്റയ്ക്കാണ് നിന്നത്. ഇത്രയും പ്രശ്നത്തിൻ്റെ മധ്യേ സംഘടനകളുണ്ട്, തെറ്റല്ല. ക്രിസ്തുവിൽ ആയോ തമ്പുരാൻ പറയുന്ന എന്തുവാ? ചെന്നായ്ക്കളുടെ നടുവിൽ നമ്മളെല്ലാം കുഞ്ഞാടുകളെ പോലെ മാറുക. അതുകൊണ്ട് നമ്മളുടെ ജഡത്തിൻ്റെ തീഷ്ണത ഇളക്കി വിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെയും ദൈവവുമായിട്ടുള്ള പരിശുദ്ധാത്മാവോട്ടുമുള്ള നല്ല സമ്പർക്കത്തെയും നശിപ്പിക്കാൻ പലവരും ശ്രമിക്കും. പോയി ചാടിക്കൊടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കാം. സംഘടനക്കാരെ പറഞ്ഞു, അവരെ പറഞ്ഞു, ഇവരെ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒന്നാ 10 പേര് വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, നീ കിടന്ന അഴുക്ക് ചാനലിൽ ഈ കിടക്കുന്ന 10 പേരും കണ്ടില്ല, 15 പേരും കണ്ടില്ല. യേശുവിൻ്റെ രക്തം കൊടുത്താണ് എന്നെയും നിന്നെയും വിലക്കെടുത്തത്. പട്ടിണിയുടെ നടുവിലും ബുദ്ധിമുട്ടിൻ്റെ നടുവിലും യേശുവാ നിന്നെ എന്നെ സഹായിച്ചേ. ഒരു സംഘടനക്കാരല്ല. അവർ സഹായിച്ച 10,000 യൂട്യൂബുകാർ ലൈക്ക് ചെയ്യും. തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റെന്ന് പറഞ്ഞോ, എങ്ങനെ വേണം വ്യാഖ്യാനിച്ചെടുത്തോ. ഒന്ന് ഞാൻ പറയാം, നിൻ്റെ മനോഭാവത്തെ നന്നായി കാണുന്നൊരു കർത്താവുണ്ട്. അതുകൊണ്ട് പോയിരുന്ന് പ്രാർത്ഥിക്കുകയും ആരെ അടിച്ചമർത്തി അമർഷിച്ച് എന്തൊക്കെയാണെന്ന് സംസാരിച്ചതല്ല. നീ ഒരു പ്രാർത്ഥനക്കാരനാണ്.
അതാണ് വചനം പറയുന്നത്, പരിശുദ്ധാത്മ എന്ന കാര്യസ്ഥൻ നിനക്കെല്ലാം ഓർമ്മപ്പെടുത്തി തരും. കൂട്ടുകെട്ട് വേണ്ടെന്നല്ല, സഹപാഠികൾ വേണ്ടെന്നല്ല, ഇപ്പോൾ ഈ പറഞ്ഞ സംഘടനക്കാർ വേണ്ടെന്നല്ല, പക്ഷേ പരിശുദ്ധാത്മാവ് നിന്നെ നിയന്ത്രിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.